ഹലോ, എല്ലാവർക്കും സാറാസ് കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബീഫ് വിത്ത് ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 6-7 വിസിലിന് വേവിച്ചെടുക്കാം. ഉപ്പ് നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കുക. ബീഫ് വിത്ത് ഗ്രേവി ചപ്പാത്തിക്കും ദോശക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഇതിൻ്റെ 1/4 ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഫൈനായി അരച്ചെടുക്കാം. 1/4 ഭാഗം മതി കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫൈനായി അരച്ചെടുക്കാം. ഈ അരപ്പ് ഞാൻ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. വേവിച്ച് വെച്ച ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി 1/4 മണിക്കൂർ പിന്നെയും വേവിച്ചെടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കോമ്പിനേഷനാണ്.